എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു കൊഞ്ച് ബിരിയാണിയാണിത്. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലെ ഗ്ലോറിയസ് കിച്ചണിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് സപ്പോർട്ട് ചെയ്യുക. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്ന കൊഞ്ചുകൊണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബിരിയാണിയാണ്. അപ്പം അതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. മുഴുത്ത നല്ല കടല കൊഞ്ചാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയില, പുതിനയില, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, കുറച്ച് തൈര്, ഇത് 2 സവാള കനം കുറച്ച് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇനി ഇതൊന്ന് സവാളയൊന്ന് വാട്ടിയെടുക്കണം. ഇവിടെ ഞാനൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചിട്ടുണ്ട്. അതിലേക്ക് സവാളയൊന്ന് ഇട്ട് കൊടുത്ത് ഒന്നങ്ങ് വാട്ടിയെടുക്കാം. ഇത് നമ്മുടെ സവാളയൊന്ന് വാടി വരുന്ന സമയം കൊണ്ട് ഇന്നത്തെ ആത്മീയ ഭക്ഷണം കൂടെ എന്തെന്നൊന്ന് ചിന്തിക്കാം. 1 യോഹന്നാൻ 5:12 ഇപ്രകാരം പറയുന്നു: പുത്രനുള്ളവന് ജീവനുണ്ട്, ദൈവപുത്രനില്ലാത്തവന് ജീവനില്ല. ഇവിടെ ഈ വചനത്തിലൂടെ അർത്ഥമാക്കുന്ന നമ്മുടെ ജഡികമായിട്ടുള്ള ആ ജീവനെ കുറിച്ചല്ല, ആത്മീയ ജീവനാണ്. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിനെ സ്വീകരിക്കുകയും രക്ഷ പ്രാപിക്കുകയും ചെയ്യുന്നവർക്ക് നിത്യജീവനുണ്ട്. ആ നിത്യജീവനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയാലും നമ്മുടെ ആത്മാവ് നിത്യജീവനിൽ പ്രവേശിക്കും. ഇന്നെ കേൾക്കുന്ന ആരെങ്കിലും ഈ നിത്യജീവൻ പ്രാപിച്ചിട്ടെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിനെ സ്വീകരിക്കുകയും നിത്യജീവൻ പ്രാപിക്കുകയും അങ്ങനെ നമ്മുടെ മരണാനന്തരം നമ്മൾ മരിക്കാതെ ജീവിക്കുവാൻ തക്കോണം ദൈവം ഇങ്ങനെയുള്ളവരെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പം നമ്മളൊരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് തിളച്ചിനി നമുക്കിതൊന്ന് വാങ്ങി ഊറ്റിക്കളഞ്ഞിട്ട് അരയ്ക്കാനായിട്ട് എടുക്കാം. ഇനി നമുക്ക് ഈ ഉള്ളി ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കാം. ഇനി അതിനകത്തേക്ക് മല്ലിയില, പുതിനയില, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം കൂടെ ഇട്ട് നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കാം. ഒരു പാത്രം അടുപ്പ് വെച്ചത് ആ ചൂടായി അതിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതോടൊപ്പം കുറച്ച് നെയ്യും കൂടെ. അതിലേക്ക് 2 ബേ ലീഫ്, ഒരു 2 കഷ്ണം പട്ട, അത്ര ഇട്ടാൽ മതി. അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമ്മൾ അരച്ച് വെച്ച് അരപ്പങ്ങ് ഒഴിച്ച് കൊടുക്കാം. ഇപ്പം അതിൻ്റെ എണ്ണയെല്ലാം ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് കുറച്ച് ആ തൈര് എടുത്ത് വെച്ചത് അതൊന്ന് ഉടച്ച് അതിട്ട് കൊടുക്കാം. അതോടൊപ്പം ഒരല്പം നാരങ്ങ നീര്. ഇനി അതിന് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരല്പം, ഒരു 1/4 ടീസ്പൂൺ മാത്രം ഗരം മസാല, ഒരു 2 നുള്ള് ഉലുവായില, ഇനി അതിലേക്ക് നമ്മുടെ കൊഞ്ചിട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരല്പം ചൂടുവെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഒരു 5 മിനിറ്റ് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വെച്ചാൽ മതി. കൊഞ്ചായതുകൊണ്ട് പെട്ടെന്ന് വേവും. ഇപ്പോൾ നമ്മുടെ കൊഞ്ചൊക്കെ റെഡിയായി കാണും. ഒക്കെ വെന്ത് ആവശ്യത്തിനായിട്ടുണ്ട്. അപ്പം അത് നമുക്ക് കുറച്ച് കോരി മാറ്റിയിട്ട് ഇനി ചോറിട്ട് ലെയർ ചെയ്യാം. ഇപ്പം ഞാൻ കൊഞ്ചൊക്കെ ഞാൻ കോരി മാറ്റി. ഇത് ഞാൻ ചോറ് ഒരു 3/4 വേവിൽ കോരി വെച്ചിരിക്കുന്നതാണ്. അപ്പം അത് അതിൻ്റെ പകുതി ചോറിങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഇത്തിരി ഗരം മസാല തൂണ് അതിട്ട് കൊടുക്കാം.
പിന്നെ ഷാൻ്റെ ബിരിയാണി മസാല. ഇത് ഷാൻ്റെ ബിരിയാണി മസാലയാണ്, അതും കുറച്ചിട്ട് കൊടുക്കാം. ഒരല്പം മല്ലിയിലയോ പുതിനയിലയോ ഏത് വേണമെങ്കിലും ഇടാം. ഞാനിപ്പോൾ അല്പം പുതിനയില ഇട്ടത്. അതിൻ്റെ പുറത്തേക്ക് നമുക്ക് കുറച്ച് ടൊമാറ്റോ ഇതുപോലെ വട്ടത്തിൽ കട്ട് ചെയ്ത് അതും ഇട്ട് കൊടുക്കാം. അതിട്ട് കൊടുത്തിട്ട് അതിൻ്റെ പുറത്തേക്ക് നമുക്ക് ഈ കൊഞ്ച് മാറ്റി വെച്ചിരിക്കണം ഇട്ട് കൊടുക്കാം. ഇനി കൊഞ്ചെല്ലാം നമ്മൾ വെച്ച് കഴിഞ്ഞു. ഇനി അതിൻ്റെ മുകളിലേക്ക് ഈ ചോറും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അതിൻ്റെ മുകളിലും മസാലയെല്ലാം കൂടെ ഇടാം. കുറച്ച് ഗരം മസാല, ഷാൻ്റെ മസാല, അതിലേക്ക് ഒരല്പം ഫുഡ് കളർ. വീഡിയോയ്ക്ക് ആയതുകൊണ്ട് ഞാൻ ഇടണ, ഞങ്ങളിവിടെ സാധാരണ ഇടാറില്ല, പിന്നെ ഒരു ഭംഗിക്ക്. ഇനി അതിലേക്ക് തക്കാളിയും മിൻറ്റും ഒക്കെ കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊരല്പസമയം ഒരു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് അടച്ചു വയ്ക്കാം. ഇപ്പം നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു കൊഞ്ച് ബിരിയാണിയാണ്. വളരെ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് കൊഞ്ച് ബിരിയാണി ഉണ്ടാക്കി നോക്കുക. വീണ്ടും നമ്മൾ കണ്ടുമുട്ടും വരെയും കർത്താവിൻ്റെ നിസ്സാരമേറിയ ചെറുകനടിയിൽ നമ്മെ എവരെയും കാത്തു സൂക്ഷിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നന്ദി.